കാർഷിക വാർത്തകൾ. എൽനിനോ പ്രതിഭാസം ആരംഭിച്ചതോടെ ഇന്ത്യയിൽ കാലവർഷം ദുർബലമാകുന്നു. ഖരീഫ് സീസണിൽ മഴയെ ആശ്രയിച്ചു കഴിയുന്ന നെല്ല്, ചോളം തുടങ്ങിയ വിളകളുടെ ഉൽപാദനത്തെ ദോഷകരമായി ബാധിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. പുതിയ എൽനിനോ പ്രതിഭാസം ഔദ്യോഗികമായി ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഈ വർഷത്തെ കാലവർഷം ദുർബലമായേക്കുമെന്നാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ മുന്നറിയിപ്പ്. ഇത് രാജ്യത്തെ പ്രധാന കൃഷി സീസണായ ഖരീഫ് കാലയളവിൽ മഴയെ ആശ്രയിച്ചു കഴിയുന്ന നെല്ല്, ചോളം തുടങ്ങിയ വിളകളുടെ ഉൽപാദനത്തെ ദോഷകരമായി ബാധിച്ചേക്കാം. സാമ്പത്തിക ഭക്ഷ്യ പ്രതിസന്ധി നേരിടുന്ന പ്രദേശങ്ങളിലെ കാർഷിക ജീവനോപാധികളെയും ഭക്ഷ്യസുരക്ഷയും എൽനിനോ സാരമായി ബാധിക്കുമെന്നും FAO വ്യക്തമാക്കുന്നു. 2015-16 എൽനിനോ കാലത്ത് ഇന്ത്യയിൽ ചോളം ഉൽപാദനം 4%, നെല്ലുൽപാദനം 1% കുറഞ്ഞിരുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഇതേ കാലയളവിൽ ഏകദേശം 15 ദശലക്ഷം ടൺ നെല്ലിന്റെ ഉൽപാദന നഷ്ടമുണ്ടാവുകയും ഇത് ആഗോള വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. ഇത്തവണ ഇന്ത്യ, പാകിസ്ഥാൻ, മ്യാൻമാർ, തായ്ലാന്റ്, കംബോഡിയ, വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയ ദക്ഷിണ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കടുത്ത കാർഷിക വരൾച്ചയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലെ ആഗോള സാഹചര്യം മുൻകാല എൽനിനോ വർഷങ്ങളെക്കാൾ വളരെ അപകടകരമാണെന്ന് FAO നാച്ചുറൽ റിസോഴ്സ് ഓഫീസർ ജോർജ് അൽവാർ ബെൽട്രാൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്ത് പച്ചത്തേങ്ങയുടെ വില കുത്തനെ ഇടിയുമ്പോഴും ചിരട്ടയുടെ വില കുതിച്ചുയരുന്നു. 1 കിലോ ചിരട്ടയ്ക്ക് 32 രൂപ വരെ മലയോര മേഖലയിൽ വില ലഭിക്കുന്നുണ്ട്. ആക്ടിവേറ്റഡ് കാർബൺ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പെയിന്റ് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ചിരട്ടക്കരി വൻതോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് ചിരട്ടയ്ക്ക് വില ഉയരാൻ തുടങ്ങിയത്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടേറെ ആളുകളാണ് ചിരട്ട ശേഖരിക്കാൻ എത്തുന്നത്. കേരളത്തിൽ നിന്ന് ശേഖരിക്കുന്ന ചിരട്ട തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വ്യവസായശാലകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ചിരട്ടയ്ക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടെങ്കിലും പച്ചത്തേങ്ങ വിൽക്കുന്ന കർഷകന് ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല എന്നതാണ് ആക്ഷേപം. കൊപ്രയാക്കാനുള്ള സംവിധാനം ഇല്ലാത്തതും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഒട്ടുമിക്ക കർഷകരും പച്ചത്തേങ്ങ തന്നെ വിൽക്കുകയാണ് ചെയ്യുന്നത്. പച്ചത്തേങ്ങയുടെ വില ദിവസം ചെല്ലുന്തോറും കുറയുന്നത് കേര കർഷകരെ ദുരിതത്തിലാഴ്ത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വെള്ളരിക്ക് വിലയില്ലാതായതോടെ ദുരിതത്തിലായി കർഷകർ. വെള്ളരികൾ വിളവെടുക്കാതെ പാടത്തു തന്നെ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണുള്ളത്. മൈസൂരു ചന്തയിൽ വെള്ളരിക്ക് കിലോയ്ക്ക് വെറും 2 രൂപ മാത്രമാണ് വില ലഭിക്കുന്നത്. കാശുമുടക്കി കൃഷിയിറക്കിയിട്ടും വില ഇല്ലാതായതോടെ വെള്ളരികൾ പാടത്ത് തന്നെ ഉപേക്ഷിക്കുകയാണ് കർണാടകയിലെ കർഷകർ. വിളവെടുത്ത് വണ്ടിയിൽ കയറ്റി മാർക്കറ്റിലെത്തിക്കാനുള്ള കാശുപോലും കിട്ടാതായതോടെയാണ് കർഷകർ വെള്ളരിയെ കൈവിട്ടത്. കേരളം, തമിഴ്നാട് അടക്കമുള്ള മാർക്കറ്റുകളിലേക്ക് മൈസൂരു മാർക്കറ്റിൽ നിന്നാണ് വെള്ളരി എത്തിക്കുന്നത്. തമിഴ്നാട്ടിൽ അടക്കം വെള്ളരി ഉൽപാദനം വർദ്ധിച്ചതാണ് വിലയിടിവിന് കാരണമായി പറയുന്നത്. കേടുകൂടാതെ 1 മാസത്തോളം സൂക്ഷിക്കാവുന്ന പച്ചക്കറിയായിട്ടും ആരും സംഭരിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.